അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ടയും പാലും ഉപയോഗിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിഭവമാണ്. ഇതിന് മുട്ടപ്പാലട എന്നും മുട്ട ഉറപ്പിച്ചതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഇതുപോലെ 1/2 കപ്പ് പാല് കൂടി ചേർക്കുന്നുണ്ട്. ഇനി മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഏലക്കായ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുട്ടപ്പാലട സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത മുട്ടയുടെ മിക്സ് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഇനി അടുപ്പത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചെറുതായി ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതേപോലെ ഒരു റിങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാത്രം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതിങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി ഒരു ടൂത്ത് പിക്കോ കത്തിയോ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ഉറപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പഞ്ഞി പോലത്തെ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.